Next, we are talking about the basic voltage and current sources. Voltage and current sources. Okay. രണ്ട് രീതിയിൽ നമുക്ക് വോൾട്ടേജ് സോഴ്സ് ആയാലും കറണ്ട് സോഴ്സ് ആയാലും നമുക്ക് രണ്ട് രീതിയിൽ പറയാം. ഒന്ന് ഇൻഡിപെൻഡന്റ് ആൻഡ് ഒന്ന് ഡിപെൻഡന്റ്. Okay. So first we'll talk about independent sources. A voltage source or any source for that matter is said to be independent when it does not depend on any other quantity in the circuit. So independent source എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് it will not depend on any other quantity in the circuit. Just എഴുതാം, independent of any other quantity in the circuit. Okay. ഇതൊരു വോൾട്ടേജ് സോഴ്സ് ആണെങ്കിൽ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? ഇതുപോലെ റെപ്രസെന്റ് ചെയ്യും. ഓക്കെ, ഇതൊരു ലെറ്റ്സ് സേ ഇതൊരു DC വോൾട്ടേജ് സോഴ്സ് ആണ്. DC വോൾട്ടേജ് സോഴ്സ് ആണെങ്കിൽ നമ്മൾ ഈ കാണുന്നത് പോലെ റെപ്രസെന്റ് ചെയ്യും. AC ആണെങ്കിൽ നമ്മൾ യൂഷ്വലി റെപ്രസെന്റ് ചെയ്യുന്നത് V എന്നൊക്കെ പറഞ്ഞിട്ട് ഇതുപോലെയാണ്. ദെൻ കറണ്ട് സോഴ്സ് ആണെങ്കിലോ, DC കറണ്ട് സോഴ്സ് ആണെങ്കിൽ, അതായത് ടൈം വേരിയിങ് ചെയ്യാത്ത കോൺസ്റ്റന്റ് കറണ്ട് സോഴ്സ് ആണെങ്കിൽ we represent it in this manner. Okay, using capital letters. If it is a time varying current source, then we represent it as I of t. ഈ ഓഫ് ടി വരുന്നതാണ് നമ്മൾ AC ടൈം വേരിയിങ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് AC എന്ന് പറയും. Okay, so these are the representation of independent sources. Okay, അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത് ഇൻഡിപെൻഡന്റ് സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്യൂട്ടിലെ വേറെ ഒരു പാരാമീറ്റേഴ്സിനെയും അതിൻ്റെ ഔട്ട്പുട്ട് ഡിപ്പെൻഡ് ചെയ്യില്ല. ഓക്കെ, അപ്പോൾ DC സോഴ്സ് നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, AC സോഴ്സ് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, അതുപോലെ തന്നെ കറണ്ട് സോഴ്സ് DC ആയാലും AC ആയാലും എങ്ങനെ റെപ്രസെന്റ് ചെയ്യുക എന്നുള്ളത് നമ്മൾ നോക്കി. ദെൻ ഈ കറണ്ട് സോഴ്സ് നമ്മൾ യൂഷ്വലി ഒരു ആരോ വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക, അല്ലേ? ഈ ആരോ എന്ന് പറയുന്നത് ഡയറക്ഷൻ ഓഫ് കറണ്ട് ഫ്ലോ അറ്റ് എനി മൊമെന്റ് അണ്ടർ കൺസിഡറേഷൻ. ഫോർ എ ടൈം വേരിയിങ് source we can say that it is the current flow under any particular moment of consideration. Okay, ini dependent source. Dependent source appo endaayirikkum, ee circuit le vera edengilum oru quantity ne depend cheyidittayirikkum adu therunna current or voltage variya. Okay, so dependent source is the one which depends on some other quantity in the circuit, which may be current or voltage. Depends on any quantity in the circuit. അത് കറണ്ട് ആവാം, വോൾട്ടേജ് ആവാം. അപ്പോൾ വോൾട്ടേജ് സോഴ്സ് വേറൊരു ഭാഗത്തെ വോൾട്ടേജിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യൂ എന്ന് പറയാൻ പറ്റില്ല. Okay, that is what we said. It depends on any quantity in the circuit. It can be either voltage or it can be current as well. Then ഇതിനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും? ഞാൻ നെക്സ്റ്റ് സ്ലൈഡിൽ suppose we have a voltage dependent voltage source. Voltage dependent voltage source നമുക്ക് എങ്ങനെ എഴുതാം, എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം?
ഇതിൽ വി ഔട്ട് ഇസ് ഈക്വൽ ടു K1 into Vin എന്നുള്ള റിലേഷൻ വരും. ഇങ്ങനെയാണ് നമ്മളൊരു വോൾട്ടേജ് ഡിപ്പെൻഡൻറ്റ് വോൾട്ടേജ് സോഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതായത് ഏതെങ്കിലും ഒരു സർക്യൂട്ടിൽ ഏതെങ്കിലും ഒരു വോൾട്ടേജിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ ഒരു സോഴ്സ് വരുന്നത്. അതുകൊണ്ടാണ് സം കോൺസ്റ്റൻറ്റ് ഇൻറ്റു Vin എന്ന് പറഞ്ഞിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ. സെക്കൻഡ് വൺ, this is called current dependent voltage source. ഇത് ആക്ച്വലി ഒരു വോൾട്ടേജ് സോഴ്സ് ആണ്. പക്ഷേ ഈ വോൾട്ടേജ് സോഴ്സിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു കറണ്ടിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, അതുകൊണ്ട് നമ്മൾ അതിനെ കറണ്ട് ഡിപ്പെൻഡൻറ്റ് വോൾട്ടേജ് സോഴ്സ് എന്ന് പറയുന്നു. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? വി ഔട്ട് ഇസ് ഈക്വൽ ടു സം കോൺസ്റ്റൻറ്റ് K2 ഇൻറ്റു ഐ ഇൻ. ഇറ്റ് വിൽ ഡിപ്പെൻഡ് ഓൺ ദ കറണ്ട്. ഈ K2 ഇവിടെ K1ന്റെ യൂണിറ്റ് എന്തെങ്കിലും ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? ഇല്ല, യൂണിറ്റ് ഇല്ല. പക്ഷെ ഇവിടെ K2ന് യൂണിറ്റ് ഉണ്ടാവും. That will be in ohms. Then next we have RL. Here we have a current source. Here we have a current source. So now നമ്മൾ പറയാൻ പോകുന്നത് വോൾട്ടേജ് ഡിപ്പെൻഡൻറ്റ് കറണ്ട് സോഴ്സ് ആണ്. സോ ഈ കറണ്ടിൻ്റെ ഔട്ട് നമ്മൾ ഐ ഔട്ട് എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നു. കറണ്ട് ഡിപ്പെൻഡ്സ് ഓൺ ദ വോൾട്ടേജ്, സോ ഐ എം ഗോയിങ് ടു റെപ്രസെൻറ്റ് ഇറ്റ് ഹിയർ ഇറ്റ് ആസ് വി ഇൻ. സോ ഐ വിൽ ഗെറ്റ് ഐ ഔട്ട് ഇസ് ഈക്വൽ ടു സം കോൺസ്റ്റൻറ്റ് ഇൻറ്റു വി ഇൻ. ഈ കോൺസ്റ്റൻറ്റിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? കോൺസ്റ്റൻറ്റിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മോ ആയിരിക്കും അല്ലേ? കണ്ടക്റ്റൻസിൻ്റെ യൂണിറ്റ് ആയാൽ മാത്രമല്ലേ നമുക്ക് ഈ ഒരു റിലേഷൻ കറക്റ്റ് ആവുള്ളൂ. സോ ദിസ് ഈസ് വാട്ട് ഇസ് കോൾഡ് ആസ് വോൾട്ടേജ് ഡിപ്പെൻഡൻറ്റ് കറണ്ട് സോഴ്സ്. അപ്പം ഇനി ബാക്കി എന്തായിരിക്കും ഉള്ളത്? Here again we have I out and here we have dependence on current. So the relation will become I out is equal to some constant into I in, and the constant will have the dimension, no dimension because രണ്ട് സൈഡിലും കറണ്ട് തന്നെയല്ലേ. So this is what is known as current controlled or current dependent current source. So ഇങ്ങനെയാണ് നമുക്ക് ഡിഫറെൻറ്റ് സോഴ്സുകൾ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഞാൻ ജസ്റ്റ് ഒന്നും കൂടി പറയാം. നമുക്ക് ഡിപ്പെൻഡൻറ്റ് സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർക്യൂട്ടിലുള്ള മറ്റേതെങ്കിലും ക്വാണ്ടിറ്റിയെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഇരിക്കുന്ന ഒരു സോഴ്സാണ് ഡിപ്പെൻഡൻറ്റ് സോഴ്സ് എന്ന് പറയുന്നത്. അത് വോൾട്ടേജ് സോഴ്സ് ആവാം, കറണ്ട് സോഴ്സ് ആവാം. ഈ കൺട്രോൾ ചെയ്യുന്ന ക്വാണ്ടിറ്റി ഉണ്ടല്ലോ, അതും കറണ്ട് ആവാം, വോൾട്ടേജ് ആവാം. അപ്പം അങ്ങനെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് 4 കോമ്പിനേഷൻ കിട്ടില്ലേ? വോൾട്ടേജ് ഡിപ്പെൻഡൻറ്റ് വോൾട്ടേജ് സോഴ്സ്, കറണ്ട് ഡിപ്പെൻഡൻറ്റ് വോൾട്ടേജ് സോഴ്സ്. അതായത് ഒരു വോൾട്ടേജ് സോഴ്സ് ആണ്, പക്ഷേ ആ വോൾട്ടേജ് സോഴ്സ് ഡിപ്പെൻഡ് ചെയ്യുന്നത് വോൾട്ടേജ് ആണെങ്കിൽ അത് വോൾട്ടേജ് ഡിപ്പെൻഡൻറ്റ് വോൾട്ടേജ് സോഴ്സ് ആയി. ആ വോൾട്ടേജ് സോഴ്സ് ഡിപ്പെൻഡ് ചെയ്യുന്നത് കറണ്ടിനെ ആണെങ്കിൽ കറണ്ട് ഡിപ്പെൻഡൻറ്റ് വോൾട്ടേജ് സോഴ്സ് ആയി. ഇനി ഒരു കറണ്ട് സോഴ്സ് ആണെന്ന് വിചാരിക്കുക. കറണ്ട് സോഴ്സ് വോൾട്ടേജിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എങ്കിൽ വോൾട്ടേജ് ഡിപ്പെൻഡൻറ്റ് കറണ്ട് സോഴ്സ് ആയി. കറണ്ട് സോഴ്സ് കറണ്ടിനെ തന്നെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നതെങ്കിൽ കറണ്ട് ഡിപ്പെൻഡൻറ്റ് കറണ്ട് സോഴ്സ് ആയി. അങ്ങനെയാണ് 4 എണ്ണം വന്നത്. ഇനി അതിൻ്റെ റെപ്രസെൻറ്റേഷൻസ് ആണ് നമ്മൾ ഇവിടെ പറയുന്നത്. അപ്പോൾ വോൾട്ടേജ് ഡിപ്പെൻഡൻ്റ് ആണെങ്കിൽ ഇവിടെ വി ഇൻ എന്ന് വേണം നമ്മൾ എഴുതാൻ വേണ്ടിയിട്ട്. ബിക്കോസ് എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? അത് വോൾട്ടേജിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് അല്ലേ? സോ നമുക്ക് കിട്ടും വി ഔട്ട് ഇസ് ഈക്വൽ ടു സം കോൺസ്റ്റൻറ്റ് ഇൻറ്റു വി ഇൻ. ആ കോൺസ്റ്റൻറ്റിന് പ്രത്യേകിച്ച് യൂണിറ്റ് ഒന്നുമില്ല, കാരണം രണ്ട് സൈഡിലും വോൾട്ടേജ് തന്നെയാണ് അല്ലേ? സെക്കൻഡ് കേസിൽ കറണ്ട് ഡിപ്പെൻഡൻറ്റ് വോൾട്ടേജ് സോഴ്സ് ആണെങ്കിൽ ഈ ഐ ഇൻ എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റീനെയാണ് അത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ഔട്ട്പുട്ട് വി ഔട്ട് ഇസ് ഈക്വൽ ടു K2 ഇൻറ്റു ഐ ഇൻ. അപ്പോൾ നമുക്ക് ആ റിലേഷൻ കറക്റ്റ് ആവണം, രണ്ട് സൈഡിലെ യൂണിറ്റ് കറക്റ്റ് ആവണമെങ്കിൽ എന്ത് ചെയ്യണം? K2ന് ഓമിൻ്റെ ഒരു യൂണിറ്റ് വേണം അല്ലേ? സോ K2 വിൽ ബി ഇൻ ടേംസ് ഓഫ് ഓംസ്. ദെൻ വോൾട്ടേജ് ഡിപ്പെൻഡൻറ്റ് കറണ്ട് സോഴ്സ്. വോൾട്ടേജ് ഡിപ്പെൻഡൻറ്റ് കറണ്ട് സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് കറണ്ട് ആണ്, ഇൻപുട്ട്, അതായത് ഇൻപുട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് എന്തിനെയാണോ ഡിപ്പെൻഡ് ചെയ്യുന്നത് അത്
വോൾട്ടേജ് ആണ്. സോ വി ഹാവ് ഐ ഔട്ട് ഇസ് ഈക്വൽ ടു സം കോൺസ്റ്റന്റ് ഇൻ ടു വി ഇൻ. ഈ റിലേഷൻ കറക്റ്റ് ആവണം, അതിൻ്റെ രണ്ട് സൈഡിൻ്റെ യൂണിറ്റ് കറക്റ്റ് ആവണമെങ്കിൽ K3ക്ക് എന്തിൻ്റെ യൂണിറ്റ് വരണം? കണ്ടക്റ്റൻസിൻ്റെ യൂണിറ്റ് വരണം അല്ലേ? ബിക്കോസ് വി നോ I is equal to V by R. 1 by R ആണ് ബേസിക്കലി കണ്ടക്റ്റൻസ്. സോ I is equal to G into V എന്ന് വേണമെങ്കിൽ എഴുതാം. ആ ജിയുടെ യൂണിറ്റ് മോ അല്ലേ, അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറഞ്ഞത്. നെക്സ്റ്റ് വൺ, കറണ്ട് ഡിപ്പെൻഡൻറ്റ് കറണ്ട് സോഴ്സ്. അപ്പോൾ കറണ്ട് സോഴ്സ് ആണ്. സോ ഐ ഔട്ട് ഇസ് ഈക്വൽ ടു സം കോൺസ്റ്റൻറ്റ് ഇൻ ടു ഡിപ്പെൻഡ് ചെയ്യുന്ന വാല്യൂവും കറണ്ട് തന്നെയാണ്. സോ അത് ആ കോൺസ്റ്റൻറ്റിന് പ്രത്യേകിച്ച് യൂണിറ്റ് ഒന്നും വേണ്ട. ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.